വെറും 5 പേര് വെച്ച് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് പരസ്യത്തിനായി ₹1 പോലും മുടക്കിയിട്ടില്ല. പക്ഷേ കൃത്യം 2.5 വർഷം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഗൂഗിൾ അവരെ വാങ്ങിയത് ഏകദേശം 300 കോടി രൂപക്കടുത്ത് കൊടുത്തിട്ടാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ട്രെയിൻ യാത്രക്കാരുടെ തലവേദന മാറ്റിയ വെർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പിന്റെ വിപ്ലവകരമായ കഥയാണിത്. നമുക്കിത് 2015-16 കാലഘട്ടത്തിൽ പോയി നോക്കാം. അന്ന് ജിയോ വിപ്ലവം വന്നിട്ടില്ല. ഡാറ്റ അല്ല എന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ട്രെയിൻ യാത്രക്കിടയിൽ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ ആളുകൾ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഉണ്ടായിരുന്ന ആപ്പുകളെല്ലാം തന്നെ GPS-നെയും ഇന്റർനെറ്റിനെയും ആശ്രയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ട്രെയിനുകൾ പലപ്പോഴും ഉൾഗ്രാമത്തിലൂടെ അല്ലെങ്കിൽ കാടുകളിലൂടെ ഒക്കെ ട്രെയിൻ പാളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ റേഞ്ച് കട്ടാവും. അതുപോലെ തന്നെ മാപ്പും നിശ്ചലമാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ട്രെയിൻ സ്റ്റേഷൻ എത്താനായോ, നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താനായോ, അല്ലെങ്കിൽ ട്രെയിൻ എവിടെ എത്തി എന്നൊക്കെ അറിയാതെ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നമാണ് സിഗ്മണ്ട് ലാബ്സ് എന്ന കമ്പനിയിലെ 5 എഞ്ചിനീയർമാർക്ക് ഒരു ചിന്തക്കുള്ള വിഷയമായി മാറിയത്. പ്രശസ്തമായ ടിവോ കമ്പനിയിലെ മുൻ ഉദ്യോഗസ്ഥരായിരുന്നു ഇവര്. അവർ ഒരു കാര്യം മനസ്സിലാക്കി: ഇന്റർനെറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഫോൺ എപ്പോഴും അടുത്തുള്ള മൊബൈൽ ടവറുമായി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് അവരുടെ സെൽ ടവർ ട്രയാങ്കുലേഷൻ എന്ന ടെക്നോളജി വരുന്നത്. GPS-ന് പകരം ഫോൺ കണക്ട് ആവുന്ന ടവർ ലൊക്കേഷൻ വെച്ച് ട്രെയിൻ ഏത് പാതയിലൂടെയാണ് പോകുന്നത് കൃത്യമായി കണക്ക് കൂട്ടുന്ന ഒരു ആൽഗോരിതം അവരുണ്ടാക്കി. അതായത് ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന യാത്രക്കാരൻ തന്നെയായിരുന്നു അവരുടെ GPS. ഇന്റർനെറ്റ് ഓഫ് ആണ് എന്നുണ്ടെങ്കിലും ലൊക്കേഷൻ കൃത്യമായിരിക്കും. ഇനി നമുക്ക് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം എന്തായിരുന്നു നോക്കാം. ഇറ്റ്സ് ആൾ അബൌട്ട് സീറോ മാർക്കറ്റിംഗ്. അവർ ഫോക്കസ് ചെയ്തത് ഇന്ത്യയിലെ സാധാരണക്കാരാണ്. ഒന്ന്, ആപ്പിന് തീരെ സൈസ് കുറവായിരുന്നു. ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി അവർ പല പ്രാദേശിക ഭാഷകളിലും ആപ്പ് കൊണ്ടുവന്നു. പലരും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് സുഹൃത്തുക്കൾക്ക് ബ്ലൂടൂത്ത് വഴിയും മറ്റ് ടെക്നോളജീസ് വഴിയും ആപ്പ് ഷെയർ ചെയ്ത് കൊടുത്തു. ഇതൊരു കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്. 10 മില്യൺ ആളുകളാണ് ഒരു പരസ്യവും ഇല്ലാതെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ട്രെയിൻ ലൊക്കേഷൻ സെർച്ചിൽ ഗൂഗിൾ മാപ്പിനേക്കാളും ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഒരു ചെറിയ ആപ്പിനെയാണെന്ന് ഗൂഗിൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ 2018 അവരുടെ നെക്സ്റ്റ് ബില്യൺ യൂസേഴ്സ് പദ്ധതിയുടെ ഭാഗമായി ഏകദേശം ഒരു $30-40 മില്യൺ അടുത്താണ് ഗൂഗിൾ നൽകിയിട്ടുണ്ടെന്നാണ് ഏകദേശം നമുക്ക് കിട്ടുന്ന ഡാറ്റാസ്. അങ്ങനെ കൊടുത്തിട്ട് ഗൂഗിൾ ആ ആപ്പിനെ സ്വന്തമാക്കി. അഹമ്മദ് നിസാം മൊഹിദ്ദീനും സംഘവും അങ്ങനെ ഒരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ബിസിനസ് ഐഡിയകൾ വരുന്നത് നമ്മൾ കുറെ ഹൈടെക് ആയിട്ടുള്ള ലാബുകളോ അല്ലെങ്കിൽ ഒരുപാട് പൈസയോ ഒക്കെ ചെലവഴിച്ച് ഉണ്ടാക്കേണ്ട ഒന്നല്ല. മറിച്ച് സാധാരണക്കാരന്റെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ബിസിനസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. കൂടുതൽ ബിസിനസ് സ്റ്റോറികൾക്കായിട്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ.